ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അനക്കമില്ല. കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ ആദ്യം എന്നോട് ഹോസ്പിറ്റലിൽ വെച്ചൊന്നും പറഞ്ഞില്ല. അതിന് ശേഷം പറഞ്ഞില്ല. അത് ഞങ്ങൾക്ക് പുറത്തോട്ട് പറയാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്ത് അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഒരു മറുപടി കൊടുക്കുന്ന പറയുമ്പോ അവര് പറഞ്ഞു, അനാമിയ പറഞ്ഞത് അതെല്ലാവരും കാണത്തില്ലേ, നമ്മുടെ കുഞ്ഞിന് വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായി, അങ്ങനെ എല്ലാവരെയും അറിയിക്കണോ എന്നൊരു വാക്ക് ചോദിച്ചു. വിഷ്ണുവിന്റെ അച്ഛൻ മരിച്ചു പോയതാണല്ലോ, അമ്മ സിന്ദൂരം തൊട്ടിരിക്കുന്നത് എന്താണെന്ന് അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ എന്തേലും അങ്ങനെ ഇപ്പം പത്രാനത്ത് ചെമ്മണ്ണോ ഫിനാൻസില് ജോലിക്ക് കയറി. ഈ മാസം തികയാതെ കുളിപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് വെയിറ്റ് കുറവാ. ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് പോലുമില്ല. അത് ചെറിയൊരു അബദ്ധം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. അവിടെ ഇവർക്ക് വന്ന ചെറിയൊരു പാളിച്ചയാതാ. നമ്മള് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കുമ്പം എല്ലാ കാര്യവും പറയണം. വീഡിയോ ഇവര് പുറത്തിറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോഴും ഞാനിത് പറഞ്ഞായിരുന്നു, നിങ്ങൾ അതൊന്ന് സൂചിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ. ഹാർട്ടിനകത്ത് ഹോളാ എന്നുവെച്ചാ ഹാർട്ടിനകത്തല്ല, ഹാർട്ടിന്റെ മതിലിൽ ഹോളുണ്ട് നിൽക്കുമല്ലേ. അപ്പോഴത്തേക്ക് അതൊന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതേപോലെ ഒരു ചെറിയ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. അനാമികയുടെയും വിഷ്ണുവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവരുടെ ഒരു വലിയ സന്തോഷം അവർ നമ്മളുമായിട്ട് പങ്കിടുകയാണ്. അതോടൊപ്പം തന്നെ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിയാക്ഷൻ വീഡിയോയും കൂടെയാണിത്. അമ്മയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്ന് അറിയാം. അമ്മ ഇതുവരെ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അമ്മയുടെ റിയാക്ഷനും അതുപോലെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അതൊക്കെ ഞങ്ങൾ ഇതേപോലെ വീട്ടിലോട്ട് വരുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങളെ കാര്യങ്ങൾ അറിയാൻ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവർക്കൂടെ ഒരു സന്തോഷം ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം ഇതേപോലെ ഞാനല്ലേ പ്രസവിച്ചേ, കുഞ്ഞിൻ്റെ അടുത്ത് അമ്മ എന്തിന് കിടക്കുന്നു, മുൻസീറ്റി അമ്മ ഇരിക്കുന്നു, എന്നെക്കാട്ടി അധികാരം അമ്മ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഈ കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മയോട് ഇപ്പോഴേ പറയല്ല, അമ്മയ്ക്കത് വിഷമാവും, പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതേപോലെ അപ്പം ഇവർ മൂന്നേരുടെ പുറത്തു പോകാൻ നിൽക്കുമായിരുന്നു. അമ്മയും ചേച്ചീൻ്റെ ഹസ്ബൻഡ് സുവിതേട്ടനും ഉണ്ണേനോട് പുറത്തു പോകാൻ നിൽക്കുക. അങ്ങനെ പോയി അവരൊരു ബേക്കറി ഇരുന്നപ്പം ഇതിങ്ങനെ ചർച്ച ചെയ്ത് അവസാനം അത് അമ്മ കണ്ട് ആ ബേക്കറി ഒട്ടി കരച്ചിൽ തുടങ്ങിയത്. എന്നെ വിളിച്ച് ഉണ്ണീണം പറഞ്ഞ് അമ്മ ഇരുന്ന് ഭയങ്കര കരച്ചിലാ, ഇതുപോലെ കണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞ് ഇവിടെ വന്ന് കാറിലും ഇരുന്ന് കരയും, ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെ അന്ന് രാത്രി തന്നെ അമ്മയോട് ഞങ്ങൾ പറഞ്ഞില്ല റിയാക്ഷൻ വീഡിയോ ഇടണമെന്നോ അങ്ങനെ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. അന്ന് രാത്രി തന്നെ അപ്പോൾ ഒരു സമയം 12 മണി 1 മണിയൊക്കെ ആയി. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ അത് ഒന്നേന്ന് കുത്തിയിട്ട് ചാർജ് ആക്കിയിട്ടാണ് ഞങ്ങൾ ആ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. ഇപ്പം അമ്മ സ്ഥാപനത്തിൽ ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പോൾ സ്വന്തം മോൻ്റെ ചോരയെ ജനിക്കുന്ന കുഞ്ഞിനെ അത്രത്തോളം അല്ലേ നോക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഏട്ടനായാലും ചേച്ചിയായാലും അമ്മയായാലും അവളെ ഒത്തിരി സ്നേഹിക്കണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം എല്ലാവരെയും കാട്ടി അവകാശം അമ്മയ്ക്ക്. അമ്മയില്ലേ എനിക്കൊരു ജീവിതം തന്നെ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. പക്ഷേ എനിക്ക് 2 ഓപ്പറേഷനായിരുന്നു. എൻ്റെ 2 മക്കളെ ഓപ്പറേഷനായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കാനൊന്നും അന്ന് ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ വേദന എന്തുവെന്ന് എനിക്കറിയാൻ പറ്റും, നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുഞ്ഞിനെ മാക്സിമം അവളുടെ അടുത്ത് പാൽ കൊടുക്കുന്ന തന്നെ മാസമാവാതെ പ്രസവിച്ചത്. അപ്പം മാക്സിമം അവിടെ അടുത്തു നിന്ന് കുഞ്ഞിനെ ഒന്ന് നമ്മൾ നോക്കത്തക്ക രീതിയിൽ. അവൾക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ, മെയിൻ ഓപ്പറേഷൻ ആകുമ്പോൾ എഴുന്നേറ്റിരുന്ന് പാൽ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അവളെ സേഫ് ആക്കാനെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് മൊത്തം. പിന്നെ അതിനകത്ത് തന്നെ വേറൊരു കമൻറ്റ് വന്ന്, എൻ്റെ മോൻ്റെ മടി ഞാൻ കിടന്നു, അവളാ കിടക്കണ്ടേ. ഞാനെന്ന് വെച്ചാൽ എൻ്റെ മോനല്ലേ, എൻ്റെ മോൻ എന്ന് പറയുമ്പോൾ അവനിനി എത്ര കുഞ്ഞുങ്ങളുടെ അച്ഛനായാലും എൻ്റെ മോനാണ്. ഞാനെന്ന് വെച്ചാൽ അവൻ്റെ കൈ തൂങ്ങിയാണ് നടക്കുന്നത്. അപ്പം ഞാൻ അവൻ്റെ മടി കിടന്നു. അപ്പം ഇവള് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞാൻ അവന്റെ മടി കിടന്ന് കുഞ്ഞടുത്ത് കിടപ്പുണ്ട്. ഞാനും എന്റെ മോനും മരുമോനും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടന്നേ ഉള്ളു. അപ്പം 24 മണിക്കൂർ നമ്മൾ അങ്ങനെ കിടക്കുമല്ലോ. കുഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോഴത്തേനും അത് എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ ചോരയല്ലേ അത്. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞിനെ എടുത്തോണ്ട് നടന്നു. ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് വരുക, ഓപ്പറേഷൻ ചെയ്തൊരു കുഞ്ഞ് 4-5 ദിവസം നടന്നു വരുന്നൊരു കുഞ്ഞിനെ കൊടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ട് ഇറങ്ങി. ഇപ്പം അതെല്ലാം ചില ആൾക്കാരേ ഉള്ളൂ. ഈ അമ്മ മക്കള് ഇന്ന് സ്നേഹം അറിയുന്നവർ ഒരിക്കലും നെഗറ്റീവ് കമൻ്റ് ഇടത്തില്ല. എന്ന് വെച്ചാൽ ഒരമ്മ എന്തായിരിക്കണമെന്ന് നമ്മൾ ആ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എങ്ങനെയാണ് പെരുമാറുന്നതനുസരിച്ച് മക്കൾ അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളോട് അങ്ങനെ സ്നേഹം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ മക്കളെ ഞാൻ അതേപോലെ വളർത്തുന്നത്, അതേപോലെ നോക്കുന്നത്. അനാമികയെ എനിക്കിഷ്ടമല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ മോന് ഞാൻ
കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവളെ ഇഷ്ടപ്പെട്ടു, അവരിപ്പോ നല്ല സന്തോഷത്തോടെ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു. അത് അവർക്ക് 3 മാസമായി. അത് അത്രേ ഉള്ളൂ. ഈ വീട് അവക്ക് കയറാനും ഇറങ്ങാനും പ്രസവിച്ച് കിടക്കുമ്പോഴായാലും അവക്ക് അവളുടെ കുഞ്ഞ് അവന് എന്നും പറഞ്ഞുകൊണ്ടൊരു വീട് വെച്ച് കൊടുത്തു. അതെല്ലാം അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഒരു അമ്മ ചെയ്യേണ്ട കടമ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു. പക്ഷെ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. പക്ഷെ മാനസികമായിട്ട് എനിക്കൊരു സങ്കടം ഉണ്ടായി. അപ്പൊ അമ്മ ബേക്കറി ഇരുന്ന് തന്നെ കരച്ചിലായിരുന്നു. ഞാൻ നേരം പറഞ്ഞു അമ്മ ഇത് അവര് അറിയുന്നില്ലല്ലോ, അവര് ജസ്റ്റ് അങ്ങനെ തോന്നിയപ്പോഴത്തേനും അവർ ഇട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോഴത്തേനും ഒത്തിരി പോസിറ്റീവായിട്ട് അമ്മയടുത്ത് അങ്ങനെ പറഞ്ഞു എന്ത് ക്ഷമ ചോദിക്കുന്നു പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു. പറയുന്നവര് പറയും. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ ചിലപ്പോ ഇനി അത് ഇടുമ്പോ അടുത്തത് ഓരോരുത്തരെയും നമ്മുടെ ജീവിതം ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്റെ ജീവിതം എന്റെ മക്കളെ ബോധ്യപ്പെടുത്തിയാൽ മതി, അവരുടെ ജീവിതം അവര് സ്വയം പിന്നെ എന്നെയും ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മളിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കാൻ നിന്ന എല്ലാവരും ഒരേ മൈൻഡ് ഉള്ളവരല്ലല്ലോ. പക്ഷെ നമ്മളിപ്പം ഫാമിലി വ്ളോഗ് അല്ലേ ചെയ്യുന്നത്, അപ്പം കൂടുതലും ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നാണ് ആൾക്കാർക്കൊക്കെ ആഗ്രഹം. കാരണം ഈ വ്ളോഗ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാം എക്സ്പോസ് ചെയ്ത് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. അപ്പം നെഗറ്റീവ് കമന്റ്സിന് നിങ്ങൾ റിയാക്ട് ചെയ്യണം, എന്നാൽ കറക്റ്റ് സമയത്ത് റിയാക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് പോസിറ്റീവായിട്ട് പിന്നെ വരത്തുള്ളൂ. നെഗറ്റീവ് പോസിറ്റീവ് എപ്പോഴും ആളുകൾ ഈ ഉള്ളിടത്തോളം കാലം ഉണ്ടാകും. അനാമികക്ക് എങ്ങനെയാണ് ഈ അമ്മ കെയർ ചെയ്തില്ല എന്നൊക്കെ തോന്നിയോ? ഇല്ല, കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അന്നൊക്കെ നല്ല പെയിനും കാര്യങ്ങളും, ഇപ്പോഴാ അത്യാവശ്യം ഓക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എണീറ്റ് വരുമ്പോഴായാലും ഒന്ന് തൂക്കാൻ വേണ്ടി ചൂലെടുത്താലും അമ്മ പറയും എന്തിനാ നീ ഇത് ചെയ്യുന്നേ, ഇതിപ്പോഴല്ലേ കുറച്ചുകൂടെ ആകുമ്പോഴാണ് അറിയുന്നത്, പോയി കിടക്കുക എന്ന് എപ്പോഴും അമ്മ പറയും. അത് മാത്രമല്ല, നേരത്തെ അമ്മ പണ്ട് വന്ന സാഹചര്യമൊക്കെ ഞങ്ങളായിട്ട് എല്ലാവരും, പുണ്യണ്ണായാലും വർഷേച്ചി ആയാലും സൂത്തനോടായാലും എന്നോടായാലും അമ്മ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മ ആ വന്ന സാഹചര്യത്തിൽ കൂടെ ഞാൻ അങ്ങനെ കടന്നു വരരുത്, അല്ലെങ്കിൽ ഇപ്പം അമ്മയ്ക്കുള്ള നടുവേദന എനിക്കുണ്ടാവരുത് എന്നൊക്കെ അമ്മയുടെ മനസ്സിലുണ്ട്. അതേപോലെ ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അനാമികനെ ആരും ഒന്ന് പിടിച്ചിറക്കിയില്ല, വിഷ്ണു പോലും ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാനും അപ്പച്ചിമാരെല്ലാവരും ഒരു കാരണത്തേറെ ആദ്യം വന്നു ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ തെറ്റാന്നൊന്നും എനിക്കറിയത്തില്ല. ആക്ച്വലി ഞാൻ ആ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്ത് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോഴത്തേന് എല്ലാവരും കൂടി നിന്ന്. അന്നേരം അനാമിക ഒത്തിരി ശ്രദ്ധിച്ചില്ലെന്നല്ല, അനാമിക കയറി വന്നിട്ട് ഈ അകത്തോട്ട് കയറ്റുന്നതല്ല, ഞാൻ സ്റ്റെപ്പ് കയറാനൊക്കെ ഉണ്ടാക്കി വണ്ടിക്കകത്ത് വണ്ടി മിറ്റം വരെ വന്നോണ്ടാണ് വീഡിയോയിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. കുഞ്ഞിനെ ആരതി വെച്ച് ഒഴിയാൻ നേരത്തും ഞാൻ മാറി നിന്നപ്പോഴത്തേക്ക് അമ്മയാ പറഞ്ഞു ഇങ്ങോട്ട് വന്ന് നിൽക്ക്, ഇവിടെ വന്നേക്ക്, നിന്നെയും കൂടി ഒഴിയണമെന്ന് പറഞ്ഞ് അമ്മയെ പിടിച്ചെത്തി. അത് ആ വീഡിയോയിലുണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ബാഗും കാര്യങ്ങളും എടുക്കാൻ നേരത്തും കുഞ്ഞിന്റെ ചെറിയൊരു സാധനം എടുത്തപ്പോൾ തന്നെ ഏട്ടൻ പറയുന്നുണ്ട് അതിങ്ങ് താനാമികയെന്ന് പറയുന്ന ആ ഒരു വോയിസ് ആ വീഡിയോന്റെ അകത്തുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ടിരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ പറയും, നെഗറ്റീവ് പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ ഈ നെഗറ്റീവ് ഇടുന്നവർ വിചാരിക്കും നമ്മളിപ്പോൾ ഇനി അത് റെസ്പോൺസ് ചെയ്ത് അവർക്കെതിരെ ഇനി ഒരു വീഡിയോ ഇട്ട് അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യും. 5 months മറ്റേ ചടങ്ങൊക്കെ നടത്തിയായിരുന്നല്ലോ. അപ്പൊ വന്നിരിക്കുക ആ ചെറുക്കന് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ, അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്ഥാപനത്തിൽ നിന്നൊരു കുട്ടിയാണ്. നമ്മളിപ്പം വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ പറയുന്നതിൽ പിന്നെ സത്യാവസ്ഥയാണെന്ന് പറയും. ഇതിപ്പോൾ സ്ഥാപനത്തിൽ നിൽക്കുന്നതാണ്. സ്ഥാപനത്തിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ്. അപ്പം ഇങ്ങനെ പറയുന്നവര് പറയട്ടെ. ഞങ്ങൾ ഈ കമന്റ് കണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് വിഷമം വന്നു. കാരണം ഇങ്ങനെയുള്ള കമന്റ്, അതും ഇത്രയും നാലാളറിയ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ വ്ളോഗൊന്നും ചെയ്യാതെയോ, അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആക്ച്വലി വിഷമം വന്നു. ഈ പറഞ്ഞ് ഇവരങ്ങനെ വരെ പറഞ്ഞു തുടങ്ങിയെന്നാണ്. പിന്നെ ഞങ്ങളത് വിട്ട്, ഞാൻ ഇതുവരെ അമ്മയടുത്ത് ഞാൻ പറയാം അമ്മ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമന്റ് വരെ വന്നു തുടങ്ങുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേനും അമ്മയും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും സമൂഹം ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ചെറിയൊരു അബദ്ധം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ ഈ വളകാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നടത്താൻ ഉദ്ദേശിച്ചതല്ല. ഒരു ദിവസം രാവിലെ ഇവൻ വന്ന് പറഞ്ഞു, അമ്മ അനാമയെ പറഞ്ഞു വളകാപ്പ് നടത്തണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ ഡേറ്റോ മാസമോ ഒന്നും നോക്കിയില്ല. ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും എന്ന് അറിയത്തില്ല. 5 മാസം അപ്പോഴത്തേന് കഴിഞ്ഞായിരുന്നല്ലോ. ഇത് നമ്മളത് ചിന്തിച്ചില്ല. ഇവളുടെ ആഗ്രഹം പറഞ്ഞു, നമ്മളതങ്ങ് ചെയ്തു. നമ്മളെ ഇപ്പം വീട്ടിൽ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മളിത് ചെയ്യണമല്ലോ. എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇവള് വന്ന് പറഞ്ഞപ്പം
ഞാൻ ഓർത്ത് അത് സത്യത്തിൽ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ചെയ്യുന്നത് അല്ലേ. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ചെയ്ത് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാത്, ഇവളെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അവൻ പറഞ്ഞപ്പോഴത്തേന് അത് ഞങ്ങൾ നിന്ന് കൊടുത്തു. അത് ഞങ്ങൾ ട്രസ്റ്റ് വെച്ചിട്ട് നടത്തി. ഞങ്ങളുടെ അവിടുത്തെ അമ്മമാര് അവിടുത്തെ കുഞ്ഞുങ്ങള് എല്ലാം മഞ്ഞളൊക്കെ തേച്ച്, ആളില്ലല്ലോ നമുക്ക് ഇവളെ വിളിച്ചോണ്ട് പോകാൻ ഇവരുടെ വീട്ടിൽ നിന്നല്ലേ ആൾക്കാർ വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആളില്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ വെച്ചേ ചെയ്യത്തുള്ളായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ വെച്ച് ചെയ്തതേ ആ ഒരു കാരണം കൊണ്ട്. അവളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ അതിനകത്ത് ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് വരൂ എന്നുള്ള കാര്യം ചിന്തിച്ചില്ല. അതാ വാസ്തവം. 5 monthsലാണോ നടത്തിയത്? 5-ാം മാസം കഴിഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്ന കമന്റ് ആണ് 7 മാസത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞോ, എന്താണ് അതിന്റെ പിറകില്, ചുമ്മാ കള്ളത്തരമാണ്, നിങ്ങൾ പറ്റിക്കായിരുന്നു സമൂഹത്തിനെ എന്നൊക്കെയാണ്. ഇവരെ പറ്റിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിഞ്ഞു. ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു മാസമല്ല, ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നില്ലേ? 10-25 ദിവസവും കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തെന്ന് വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ്, അവളോട് തന്നെ ചോദിക്കാം, ബാത്റൂമിൽ ഒന്ന് വീണപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയത്. ഇപ്പം എല്ലാം നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവര് പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താ പോയത്. കൊല്ലത്ത് പോയപ്പോഴത്തേന് അവര് പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അനക്കമില്ല. അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാണ് വന്നത് തന്നെ. ഞങ്ങൾ ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി, ആശുപത്രി കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം. 3 ദിവസമായിരുന്നു ചേച്ചി. 3 ദിവസം അതേ ടെൻഷനായിരുന്നു. സർജറി കഴിഞ്ഞപ്പോഴത്തേന് സാധാരണ അമ്മയൊക്കെ പറഞ്ഞ പേഷ്യന്റിനെ കൊണ്ടുവരുമെന്ന്. ഇത് കൊണ്ടുവന്നില്ല. ഇവളെയും വേറൊരു റൂമിൽ കൊണ്ട് നിർത്തി കുഞ്ഞിനെയും NICU-ലായിട്ട് കയറ്റി. ലേബർ റൂമിൽ തന്നെ ഈ അഡ്മിറ്റ് ആവത്തില്ലേ, സർജറി കഴിഞ്ഞ് പിന്നെ ICU-നകത്ത് കിടത്തുമായിരുന്നു. പിറ്റേന്നുണ്ടോ അന്നേരം ആ ഒരു രാത്രിയിലാന്നേലോ ഇനി ഇവളും കുഞ്ഞും അടുത്ത് വന്നപ്പോഴത്തേനും അവര് സമാധാനമായി. അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. കുഞ്ഞിന് ഈ മാസം തികയാതെ കുളിപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് വെയിറ്റ് കുറവാണ്. ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് പോലുമില്ല. പ്രസവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല. ഇനി ഒരാഴ്ചത്തേക്കും കൂടെ സമയം പറഞ്ഞേക്കുവാ കുഞ്ഞിനെ കുളിപ്പിക്കാൻ. ഞങ്ങൾ ഇതുപോലെയൊക്കെ ഡെലിവറി കഴിഞ്ഞതാണ്. പക്ഷെ നമ്മൾ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കുഞ്ഞിനെ അപ്പൊ തന്നെ ഡിസ്ചാർജ് ഒന്നും ആക്കിയില്ലായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അത് എനിക്ക് പറയാനുള്ളത്, അത് ഹോസ്പിറ്റലല്ലേ ചോദിക്കേണ്ടത്. നല്ല ചികിത്സ കിട്ടിയ നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവുക. നമുക്ക് ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2 ദിവസം കൂടെ പിടിച്ച് കിടത്തും. ചിലർ പെട്ടെന്ന് രോഗം ഭേദമായി വരും. അവർക്ക് എന്തോ ഞങ്ങൾ അവിടെ ചെന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞതല്ല. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഡിസ്ചാർജ് ആക്കിയത്. എന്നിട്ട് വന്നിട്ട് 3 പ്രാവശ്യം കൊണ്ടുപോയി കുഞ്ഞിനെ. 3 പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. കുഞ്ഞിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. ശരിക്കും 8 months ആയപ്പോഴാണ് അല്ലേ കുഞ്ഞുണ്ടായത്. കുഞ്ഞിന് ഈ ചടങ്ങ് നടത്തിയതാണ് സംശയം. 5 മാസം കിട്ടില്ലേ? 5 മാസം കഴിഞ്ഞ 5 മാസം കഴിയാപ്പോഴാണ് നിങ്ങൾ ചടങ്ങ് നടത്തിയത്. പക്ഷെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർക്ക് റിപ്ലൈ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം വേണ്ടവർക്കെല്ലാം റിപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനിപ്പോഴും കുളിപ്പിച്ചിട്ടില്ല. കുഞ്ഞിനെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കുക. കുഞ്ഞിന് സുഖമില്ല. അത് നമുക്ക് നമ്മുടെ വിഷമം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ കുറച്ചൊക്കെ നമ്മളതനുസരിച്ചാണ് പറയുന്നത്. പക്ഷെ ഇപ്പം കമന്റ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ ചെയ്തപ്പോൾ തന്നെ അതെല്ലാം പറഞ്ഞ് ചെയ്യണമായിരുന്നു. അവിടെ ഇവർക്ക് വന്ന ചെറിയൊരു പാളിച്ചയാതാ. നമ്മൾ ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കുമ്പം എല്ലാ കാര്യവും പറയണം. ഇടയ്ക്കൊക്കെ വിട്ട് പറയുമ്പോഴാണ് അതിനകത്ത് കയറി പിടിക്കുന്നത്. ഇപ്പം ഇവള് വീണെന്നോ അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നോ കുഞ്ഞിനിങ്ങനെ പ്രശ്നമുണ്ടെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. അതെല്ലാം കൂടെ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തുവാ കാര്യമെന്ന്. അതൊന്നും ഇവർ പറഞ്ഞില്ല. വീഡിയോ ഇവർ പുറത്തിറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോഴും ഞാനിത് പറഞ്ഞായിരുന്നു, നിങ്ങളതൊന്ന് സൂചിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് അതൊന്ന് സൂചിപ്പിക്കണമായിരുന്നെന്ന്. വിഷ്ണു എന്താ പിന്നെ പറയാത്തെ? ചേച്ചി എനിക്കിത് അനാമിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അവളിങ്ങനെ കാണിക്കും, ഞാനത് ഷൂട്ട് ചെയ്യും, ഞാൻ അത്യാവശ്യം എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങളിതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന വീഡിയോ ആണെങ്കിലും ഞാൻ എടുത്തതും എഡിറ്റ് ചെയ്തതും അതും വന്ന് കുഞ്ഞിനെ നോക്കണം. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വ്ലോഗൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അവര് ഈ പ്രൊഫഷണലായിട്ടുള്ള വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ കുഞ്ഞാനാൻ്റെ ഫോണിനകത്തൊക്കെ അതെടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നും. ആദ്യമേ ഞാൻ വോയിസ് നടത്തില്ലായിരുന്നു. കാരണം പറയുന്നതൊക്കെ വേറെ ആയിരിക്കും. വീഡിയോ ഒരു സൈഡിൽ കൂടെ പോകും, പറയുന്നതൊക്കെ വേറെ ആയിരിക്കും. അങ്ങനെ ഞാനത് മ്യൂസിക് കയറ്റുമ്പോൾ ഇവർ പറയും നിങ്ങളുടെ സംസാരങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം,
എന്തോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. അന്നേരം പിന്നെ മ്യൂസിക് കട്ട് ചെയ്ത് പിന്നെ ഫുള്ള് ഓഡിയോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പിന്നെ മനസ്സിലാക്കാണല്ലോ എന്റെ ഫോൺ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഫോണിൽ കൂടെ എടുത്ത് ചെയ്യുന്നു. തന്നെയല്ല ഇവൻ പണ്ടിങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല, ഇച്ചിരി നാണം കുണിങ്ങിയായിരുന്നു. ഇവളാണ് എല്ലാത്തിനും മെയിൻ ആയിട്ട്. ഇപ്പൊ അത് കണ്ട് അവനും ഇപ്പൊ അങ്ങനെ ഇവർക്ക് അറിയത്തില്ല, ഇങ്ങനെ വരുന്നതല്ലേ ഉള്ളൂ, കൊച്ചു പിള്ളേരല്ലയോ, അറിയില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നുമേ അറിയത്തില്ല. പിന്നെ അനാമിക കുറച്ച് കമന്റ്സ് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ കുറച്ച് കമന്റ് വന്നിട്ട് അവര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. അപ്പൊ അമ്മ ഡിലീറ്റ് ചെയ്യരുതെന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു ഡിലീറ്റ് ചെയ്യരുത്, അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഒരു മറുപടി കൊടുക്കുന്ന പറയുമ്പോ അവര് പറഞ്ഞു, അനാമിയ പറഞ്ഞത് അതെല്ലാവരും കാണത്തില്ലേ, നമ്മുടെ കുഞ്ഞിന് വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായി, അങ്ങനെ എല്ലാവരെയും അറിയിക്കണോ എന്നൊരു വാക്ക് ചോദിച്ചു. പക്ഷെ ഇത് പറയണമായിരുന്നു. അത് ഇപ്പൊ നിങ്ങക്ക് നെഗറ്റീവ് വന്നത് ഇതൊക്കെ കൊണ്ടാണ്, മനസ്സിലായോ? ഇത് നമ്മളുള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ ആദ്യം എന്നോട് ഹോസ്പിറ്റലിൽ വെച്ചൊന്നും പറഞ്ഞില്ല, അതിന് ശേഷം അത് ഞങ്ങൾക്ക് പുറത്തോട്ട് പറയാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താന്ന് പറയുമ്പോ അവൾക്ക് അന്നേരം ഭയങ്കര വേദന, കരയൊക്കെ ചെയ്യും, എന്താ മുറിവ് വലിയും, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും വിഷമിച്ചിരുന്നെങ്കിലും അവളോട് പറഞ്ഞില്ല, കാര്യങ്ങൾ പറഞ്ഞില്ല. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അന്ന് അതിന്റെ പിറ്റേന്ന് കുഞ്ഞിനെയും കൊണ്ട് ലൈഫ് ലൈനിൽ ഞങ്ങൾ ഓടി. അത് നേഴ്സുമാര് കൂടെ എന്നെ റൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അവിടുത്തെ വലിയവരെ നോക്കുന്ന കാർഡിയോളജിസ്റ്റ് കുഞ്ഞിന്റെ ഇത് നോക്കിയപ്പോൾ പറഞ്ഞ്, ഈ മിഷീനകത്ത് തെറ്റ് പറ്റാം, നിങ്ങൾ ലൈഫ് ലൈനിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ്. ഞാൻ നോക്കുന്നിടത്ത് 2 സിസ്റ്റർമാര് കുഞ്ഞിന്റെ ഫയലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയാം ലൈഫ് ലൈനിലോട്ട് പോകാന്ന്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ലൈഫ് ലൈനിൽ പോയപ്പോഴാണെങ്കിലും അമ്മയും കരച്ചിലായിരുന്നു, ഞാനും കരച്ചിലായിരുന്നു. അനാമിയെ കൊണ്ടുപോയില്ല. ഇവിടുത്തെ 2-3 ദിവസത്തേന് ഇത് പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഞാൻ വന്നപ്പോഴാണേലും എൻ്റെ മുഖം വല്ലായിരിക്കും അനാമിയെ ചോദിക്കുമായിരുന്നു. എനിക്ക് പറയാൻ അത് പറ്റിയില്ല. പിന്നെ ഇത്ര ഒരു ഇതൊക്കെ സംസാരമായപ്പോഴത്തേന് അനാമിയയ്ക്ക് മനസ്സിലായി, അമ്മ ഇതുവരെ പറഞ്ഞായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ്, ഇപ്പം പേടിക്കൊന്നുമില്ല, റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ എന്തോന്ന് വെച്ചാൽ പറയാം. കുഞ്ഞിന് ഹാർട്ടിനകത്ത് ഹോളാ എന്ന് വെച്ചാൽ ഹാർട്ടിനകത്തല്ല, ഹാർട്ടിന്റെ മതിലൊരു ഹോളുണ്ട്. അത് മാറുമെന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളിലും മിക്ക കുട്ടികളിലും കാണുന്ന മാറുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ലൈഫ് ലൈനിലാണ് കാണിക്കുന്നത്. എന്നിട്ടും അവൾക്കിപ്പം വേറെ 1-2 കാര്യത്തിന് വേണ്ടി മെഡിസിൻ എടുത്തോണ്ടിരിക്കുക. ആ മെഡിസിൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക്. അപ്പം അവിടെ അഡ്മിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ലൈഫ് ലൈനിലാണ് കാണിക്കുന്നത്. അപ്പൊ ഇനി ആ റിസൾട്ട് കിട്ടിയിട്ട് എന്താന്ന് വെച്ചാൽ പറയത്തുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. 2 ആഴ്ചക്ക് അവര് എടുത്തു പറഞ്ഞു കുഞ്ഞിന് പനിയോ തണുപ്പോ അങ്ങനൊന്നും വന്നുകൂടാ. പിന്നെ ഇപ്പം കോന്നി പത്തനംതിട്ടയിലൊക്കെ കോവിഡൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾക്കും പേടിയാണ്. വിസിറ്റേഴ്സ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അറിയാവുന്നവരൊക്കെ കാണും, വീഡിയോ കണ്ടവരൊക്കെ വരും, കുഞ്ഞിനെ കാണുന്നുണ്ട്. അന്നേരം നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവർ ചിലപ്പോ വന്ന് എടുക്കും, അപ്പൊ കുഞ്ഞിനെ എടുക്കല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അസുഖമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഇച്ചിരി കൂടെ ഒന്ന് ഓക്കെ ആയത്. ഈ നെഗറ്റീവ് പറയുന്നവരെടുക്ക ഒരുപാട് പേര്, ഞങ്ങളിപ്പോ റിപ്ലൈ കൊടുത്തില്ലേ പോലും ഒരുപാട് പേര് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ നോക്കുന്നേ, എന്തായാലും കുഞ്ഞിന് അച്ഛനുണ്ടല്ലോ അത് നോക്കിയാ പോരെ, അങ്ങനെയൊക്കെ ഒത്തിരി കമന്റുകൾ കൊടുക്കുന്നവരുണ്ട്. ഇവള് പ്രഗ്നന്റ് ആയി അറിഞ്ഞതുകൊണ്ട്, ഇവള് കരഞ്ഞത് കൊണ്ടാണ് അവൻ ഗൾഫിൽ തിരിച്ചു പോകാൻ. അപ്പം ഇവള് കരഞ്ഞപ്പോ പോവല്ലേ, ഇങ്ങനെ സ്നേഹം കിട്ടാതിരുന്നൊരു കുഞ്ഞിന് ഒരു ഭർത്താവ് വരുമ്പോൾ ഉള്ള സ്നേഹം അറിയാലോ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ, അമ്മ അവളിങ്ങനെ പറയുന്നു കരയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ അവള് പറയുന്ന ചെയ്യും, ഇവിടെ എന്തേലും അങ്ങനെ. ഇപ്പം പത്രാഴത്ത് ചെമ്മണ്ണോ ഫിനാൻസില് ജോലിക്ക് കയറി. അപ്പം അവളോട് അത്ര സ്നേഹം ഉണ്ടായിട്ടല്ലേ അവന് അവിടുത്തെ ജോലി കഴിഞ്ഞ് കളഞ്ഞിട്ട് ഇവള് പറഞ്ഞത് കൊണ്ട് നിൽക്കുന്നത്. അവർക്ക് താമസിക്കാൻ ഒരു വീട് വെച്ചു കൊടുത്ത് ഇവളോട് ഇവർ രണ്ടുപേരോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ നമ്മളത് ചെയ്തത്. ഞാൻ ഹോളി ക്രോസിലാണ് അവളെ കാണിച്ചുകൊണ്ടിരുന്നത്, ആദ്യം മുതലേ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ഈ പ്രസവമായാലും ഓപ്പറേഷൻ ആയാലും ഈ വേദന എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രത്യേക ഒരു പരിഗണന കിട്ടുമല്ലോ, ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും. അതൊക്കെ കൊണ്ട് അവൾക്ക് അങ്ങനെ പോലും ഒരു വേദന ഉണ്ടാവരുതെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നത്. അപ്പൊ അത്രയും അവളെ നോക്കിയിട്ട് ചിലവരൊക്കെ പറയുന്നത് എന്തുവാ കാണിക്കാനാണോ അല്ലെങ്കിൽ വേറെന്തിനു വേണ്ടിയിട്ടാണോ. ഇവിടെ അടുത്തപ്പോ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ടല്ലേ? അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. പിന്നെന്താ പ്രൈവറ്റ് ഹോസ്പിറ്റൽ? അല്ല, നമ്മളിപ്പോ 2 ഹോസ്പിറ്റലും ഒരേപോലെ ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ കെയർ കൂടുതൽ കിട്ടും. അപ്പം അവളെ നല്ല കെയർ ചെയ്യും, അവൾക്ക് വേദനയൊന്നും അധികം അനുഭവിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടാക്കിയത്. അനാമിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. ഞങ്ങളിപ്പോ ഈ വീട് വെച്ചെങ്കിൽ തന്നെ
എന്തുവാ രാവിലെ അങ്ങ് ട്രസ്റ്റിൽ പോവും, നേരത്തെ കുഞ്ഞ് വരുന്നതിന് മുമ്പ്. വൈകിട്ട് ഇങ്ങ് വരും, പിന്നെ അമ്മ എന്തെങ്കിലും കുക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഞങ്ങളെ ലൈഫ്. പിന്നെ ഇതേപോലെ കുഞ്ഞിന്റെ അടുത്ത് കിടക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അവിടെ പോയാലും അമ്മേന്റെ റൂമിലായിരിക്കും ഞങ്ങളെല്ലാരും. ഞങ്ങളെല്ലാവരും ആ കട്ടിൽ കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യും. 5-6 പേര് ഒരു കട്ടിലിനകത്ത് കിടക്കുന്ന ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെയാ. എന്താ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പോലെ. അതുപോലെ അനാമിക പ്രഗ്നന്റ് ആയിരുന്നില്ല, എവിടെ ഞങ്ങൾ പോകുന്ന അമ്മ എവിടെ പോകുന്ന അപ്പോഴത്തേന് ഇവിടെ എൻ്റെ അടുത്തെന്ന് പറയും ഇതേപോലെ നമുക്കും പോയാലും. അങ്ങനെ ഞങ്ങൾ കാരണത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്ന എടുക്കുന്നത്. എന്നാലും ഏട്ടൻ പതുക്കെ ഓരോ കട്ടറിലും കൊണ്ട് പതുക്കെ ഓടിച്ച് പതുക്കെ കെയർഫുൾ ആയിട്ടാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ. അന്ന് തന്നെ ഏറ്റവും ഓടിയത് അളിയനായിരുന്നു, അനീറ്റയുടെ ഹസ്ബൻഡ്. വീഡിയോ ആശുപത്രിയിലെ വീഡിയോ അത് ചേച്ചി ആദ്യമേ പറഞ്ഞായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് ചേച്ചി കുഞ്ഞിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ചേച്ചിയായിരുന്നു ആദ്യമേ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്നാവും വിചാരിച്ചില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. ഇവള് ഓപ്പറേഷൻ അങ്ങോട്ട് കൊണ്ട് കാണിക്കല്ലോ, സിസേറിയൻ അങ്ങോട്ട് കയറാൻ എടുത്തതിന് മുന്നേ ഞാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ എന്തെങ്കിലും അസുഖം വരുമെന്ന് എനിക്ക് പേടിയായിരുന്നു. ഞാൻ അവന്റെ കൈ മുറുക്കി അങ്ങ് പിടിച്ച് പോട്ടള സാരമില്ല നീയും ഇതേപോലെ വന്നത് എന്ന് അവനോട് ഞാൻ പറഞ്ഞു. അവൻ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. അത് ഞാൻ എന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അനാമിയുടെ അടുത്ത് പറയുന്നത് തന്നെ ഇപ്പൊ ഓടി കേട്ടാ. ഇനിയിപ്പോ ഈ റിസൾട്ട് വാങ്ങാൻ പോണം, അല്ലാതെ പോണം ഇടയ്ക്കിടയ്ക്ക്. എക്കോ എടുക്കണം. അവര് റിസൾട്ട് വന്നിട്ട് അത് DDRCയിൽ കൊടുത്തേക്കും. അതിന്റെ റിസൾട്ട് വന്നിട്ട് ആ റിസൾട്ട് കേട്ടാ ഈ നമ്മൾ കാണിച്ച ഡോക്ടറിനെ പഠിപ്പിച്ച സാറാന്നാ പറഞ്ഞു. പുള്ളി ആ ലൈഫ് ലൈനിലോട്ട് റെഫർ ചെയ്തേ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന സാറാ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. വിഷ്ണു ഗൾഫിലൊന്നും അല്ലായിരുന്നു, പറ്റിക്കുമായിരുന്നു ആൾക്കാരെ. ആ ട്രസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഗൾഫിലായിരുന്നോ, ഗൾഫിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസ് വിഷ്ണുജി. അല്ല, ഞാൻ ദുബായിൽ അൽക്കൂസ് എന്ന് പറഞ്ഞൊരിടത്ത് ടുഡു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ബിൽഡിംഗ് ആയിരുന്നു. ഞാൻ അവിടെ പോയി നിന്ന് എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയി തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞ പുള്ളി കൊണ്ടുപോയതാണേലും എൻ്റെ ബർത്ത്ഡേ ഞാൻ അവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടിലായിരുന്നു എന്നെ നിർത്തുന്നത്. അങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ. പിന്നെ ലീവിന് വന്നപ്പോഴാണ് ആക്ച്വലി ഈ കല്യാണം തന്നെ. ഞങ്ങൾ എല്ലാ ഇന്റർവ്യൂവിലും ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ അനാമിയെ വിട്ടു പോകാൻ തോന്നിയിട്ടില്ല. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടിട്ട് ഇനി പോകാൻ വേണ്ടിട്ട്. അല്ലാതെ ഞാൻ അവിടെ നിൽക്കുന്നത് നല്ലേ. കാരണം ഇങ്ങനെയുള്ളവരൊന്നും സംസാരം കേൾക്കണ്ട. പിന്നെ നല്ല എന്താ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും മാനേജരൊക്കെ നല്ല വിളിക്കുമായിരുന്നു. വരുന്നില്ലെന്ന് വരെ ചോദിച്ചായിരുന്നു. ചിലവര് റിയാക്ഷൻ വീഡിയോ ഇടുമ്പോഴത്തേന് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ എന്താ കുഞ്ഞിനെ കിട്ടിയപ്പം അമ്മ തനി സ്വരൂപം അവരെ അക്കൗണ്ടിൽ റീച്ച് ചെയ്യാനായിരിക്കും. ഇതേപോലെ വേറെ രണ്ട് യൂട്യൂബേഴ്സ് ഞങ്ങളെ വീഡിയോ ഇട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടല്ല, ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ചെയ്തത്. കമന്റ് വന്നതെല്ലാം നെഗറ്റീവാണ്. ഇങ്ങനെ ഒരു ക്യാപ്ഷനോടെ ഇട്ടിടുമ്പോഴത്തേനെ ക്യാപ്ഷൻ കണ്ട് ബാക്കി കമന്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും ആൾക്കാർ. നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കുന്നവരുണ്ട് നെഗറ്റീവായിട്ട് തന്നെ. അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ഞങ്ങളങ്ങനെ നെഗറ്റീവ് നോക്കത്തില്ല. കുഞ്ഞിനെ നോക്കാൻ സമയമില്ല, എപ്പോഴും കരച്ചിലും അത്രയ്ക്ക് കെയർ ആണ്. പിന്നെ ഫോൺ നോക്കിയിരിക്കാൻ സമയം കിട്ടും. രാത്രി ഉറക്കൊക്കെ ഉണ്ടോ? രാത്രി ഇച്ചിരി ബുദ്ധിമുട്ടായി. ഇന്നലെ ഇറങ്ങിയപ്പോ 5 മണിയായി. പക്ഷെ ആള് പാവാ, സൈലന്റ് ആണ്. എന്നാലും ഇച്ചിരി സൈലന്റ്. ഇനിയിപ്പൊ കുഞ്ഞൊക്കെ ഓക്കെ ആയി വന്നിട്ട് അനാമികയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇനി പഠിക്കണം. ഇപ്പം മുടങ്ങി നിൽക്കുമല്ലേ, അപ്പോഴത്തേക്ക് അതൊന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതേപോലെ ഒരു ചെറിയ ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. അത് പറയില്ല, ഇതേപോലെ അല്ല ഇതേപോലെ അമ്മ പറഞ്ഞായിരുന്നു, ഒരു ഷോപ്പ് ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ചേച്ചി ഞാനും കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയെങ്കിലും ഒരെണ്ണം. അപ്പൊ ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ യൂട്യൂബിൽ ഇടയും അങ്ങനെ കുറച്ച് ഇതായിട്ട് വരാം. അതുകൊണ്ടൊക്കെ ഇപ്പോഴും വ്ളോഗിന്റെ ചാനൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഇടുന്ന. അങ്ങനെ ഒരു ബ്യൂട്ടിക്ക് തുടങ്ങുമ്പോഴത്തേന് അനാമിക്കും വെറുതെ ഇരിക്കേണ്ട, അനീത്തിയുണ്ട്. അനീത്തിക്ക് പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ മാനേജർ അനീത്തി. എന്നിട്ട് അവർക്ക് അവിടെ ജോലിയുണ്ട്. ഇവളിപ്പം TTC കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ട്രസ്റ്റിലെ കുട്ടികളെ പഠിപ്പിക്കാനാണേലോ വെളിയിലൊരു സ്കൂളിൽ പോയാലോ നിൽക്കാൻ പറ്റും. അല്ല, കുഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ വലുതായി കുഞ്ഞിനെ കാണേക്കെ വേണ്ടേ, അവള് നടക്കുന്നേ കാണണ്ടേ. പിന്നെ സ്ഥാപനത്തിന്റെ ഇതൊക്കെ നോക്കി അങ്ങ് നിക്കും അമ്മേന്റെ കൂടെ.
അപ്പം ഈ അമ്മയും മോനും എല്ലാവരും ഹാപ്പിയാണ്. ഒരു കുഞ്ഞുവാവ് വന്നതിന് പിന്നെ കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ ആകും. അതുകൊണ്ട് ഇവർ തമ്മിൽ യാതൊരു പോരും ഇല്ല കേട്ടോ. പിന്നെ ഇവര് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഇവർക്ക് കറക്റ്റായിട്ട് എങ്ങനെ പറയേണ്ടത്, അവതരിപ്പിക്കേണ്ടതെന്നും അറിയില്ല. അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ നെഗറ്റീവ് കമന്റ്സ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിവേ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് പോകട്ടെ, കുഞ്ഞാനും സുഖമായിട്ട് ഇരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.